നമ്മുടെ വീടിൻ്റെ 4 മൂലയിൽ നിന്നും ഓരോ പിടി മണ്ണ് വാരി എടുക്കാൻ സൗകര്യമുണ്ട് എങ്കിൽ വീട്ടിൽ സമാധാനമുണ്ടാകാനുള്ളൊരു വഴി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ച് വല്ലാതെ കരയുകയുണ്ടായി. അത് സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ വീട്ടിൽ യാതൊരു സമാധാനവും സ്വസ്ഥതയും ഇല്ല എന്ന് പറഞ്ഞിട്ട് പല രൂപത്തിലും അവരിങ്ങനെ കരയുകയാണ്, വിഷമം പറഞ്ഞിട്ട്. എത്രയോ ആളുകൾ, എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന പല ആളുകളും ഇത്തരത്തിൽ നീറുന്ന പ്രശ്നങ്ങളായി കഴിയുന്നവരുണ്ടാവും. വലിയ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ ലഭിച്ചിട്ടും ഒരു സ്വസ്ഥതയില്ലാത്ത, സമാധാനമില്ലാത്ത ജീവിതം നയിക്കേണ്ടി വരുന്ന ഗതികേട്. ഇൻഷാ അല്ലാഹ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അമൽ ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം. ചുരുങ്ങിയ രൂപത്തിൽ നമ്മുടെ വീടിൻ്റെ 4 മൂലയിൽ നിന്നും ഓരോ പിടി മണ്ണ് വാരിയിട്ട് ഞാൻ ഈ പറയുന്ന ദിക്റുകളും അതുപോലെ തന്നെ ദുആയും അതിലേക്കൊന്ന് മന്ത്രിച്ച് ഇഷ്ഫി എന്ന് ഊതുക. ആ 4 മൂലയിലേക്കും ആ മണ്ണുകൾ തിരിച്ചു കൊണ്ടിടുക. ഇൻഷാ അല്ലാഹ് എളുപ്പത്തിലുള്ളൊരു വഴി പറഞ്ഞുതരാം. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വലിയ സമാധാനവും സ്വസ്ഥതയും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ, അല്ലേ? അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്യാറുണ്ട്. ഇൻഷാ അല്ലാഹ് വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അമൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീടിൻ്റെ 4 മൂലയിൽ നിന്നും ഓരോ പിടി മണ്ണ് വാരിയെടുക്കുക. ഈ എടുത്ത മണ്ണ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. അതായത് നമ്മൾ എടുത്ത ആ മൂലയിലെ മണ്ണ് ഏതാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് തെക്കേ മൂലയിൽ നിന്ന് എടുത്ത മണ്ണ് ഏതാണ് എന്ന് ഇത് തിരിച്ചിടുമ്പോൾ അതേ മണ്ണ് തന്നെ അവിടെ ഇടണം. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ എടുക്കുന്ന 4 മൂലയിൽ നിന്ന് എടുക്കുന്ന മണ്ണുകളും സെപ്പറേറ്റ് ഓരോ പേപ്പറിലോ മറ്റോ ആക്കിയിട്ട് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ട് വേണം ഞാൻ ഈ പറയുന്നത് ചെയ്യാൻ. ഈ മണ്ണുകൾ 4 മൂലയിൽ നിന്നും എടുത്തതിന് ശേഷം ആ മണ്ണിലേക്ക് സൂറത്തുൽ ഫാത്തിഹ, ആയത്തുൽ കുർസി, ആമന റസൂൽ, ഈ 3 സംഗതികളും 5 തവണ വീതം ഓതുക. ഓരോന്നും 5 തവണ വീതം ഓതിയതിനു ശേഷം പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹശ്ർ, അല്ലേ? സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ 4 ആയത്തുകൾ, ലഖദ് ജാഅക്കും എന്ന് തുടങ്ങുന്ന അവിടെ മുതൽ ആ സൂറത്തിൻ്റെ അവസാനം വരെയുള്ള ആയത്തുകൾ അതും 7 തവണ ഓതുക. അതിലേക്ക് എന്ത് ചെയ്യുക, ഓതിയിട്ട് ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. കുൽ എന്നതുകൊണ്ട് തുടങ്ങുന്ന 5 സൂറത്തുകൾ, ഏറ്റവും ചെറിയ 4 സൂറത്തുകളും, അതുപോലെ തബാറക ജുസ്ഇലെ സൂറത്തുൽ ജിന്ന്, അതും കുൽ എന്ന വാക്കുകൊണ്ടാണ് തുടങ്ങുന്നത്. കുൽ ഉഹയ്യ ഇലയ്യ എന്നാണ് തുടങ്ങുന്നത്. ഈ സൂറത്തും ഓരോ തവണ വീതം ഓതിയിട്ട് ഈ മണ്ണിലേക്ക് മന്ത്രിക്കുക. ഇത്ര കാര്യങ്ങൾ ചെയ്താൽ മതി. ഈ പറഞ്ഞ ആയത്തുകൾ മനസ്സിലായി. സൂറത്തുൽ ഫാത്തിഹ, ആയത്തുൽ കുർസി, ആമന റസൂൽ, അതുപോലെ സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ ആയത്തുകൾ, അതുപോലെ കുൽ എന്നുകൊണ്ട് തുടങ്ങുന്ന ഈ 5 സൂറത്തുകളും ഈ പറഞ്ഞ എണ്ണം ഓതി ഈ 4 മണ്ണിലേക്കും മന്ത്രിക്കാം. ഒറ്റത്തവണ ഓതിയിട്ട് 4ലേക്കും മന്ത്രിച്ചാൽ മതി. ഇഷ്ഫി എന്ന് മന്ത്രിച്ചതിന് ശേഷം എവിടെ നിന്നാണോ മണ്ണെടുത്തത് ആ മൂലയിലേക്ക് തന്നെ കൊണ്ടിട്ടേക്കാം. ഇൻഷാ അല്ലാഹ് വലിയ സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നിങ്ങളൊന്ന് പരീക്ഷ നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ റാഹത്തും സന്തോഷവും നൽകും. ഇനി ചില ആളുകൾ ചോദിക്കും, ഉസ്താദേ വീടിൻ്റെ 4 സൈഡിലും ഇന്റർലോക്ക് ചെയ്തേക്കാണ്, എങ്ങനെയാണ് ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, മണ്ണ് വാരിയെടുക്കാൻ? അത് ഓരോരുത്തരുടെ സൗകര്യം പോലെയാണ്. അതിനിപ്പോൾ നമ്മളിപ്പോൾ മണ്ണ് അവിടെ കുഴിച്ചെടുക്കണമെന്ന് പറയാൻ പറ്റൂലല്ലോ. ഇനി ഇൻ്റർലോക്ക് ഇളക്കേൻ്റെ പേരിൽ വേറെ സമാധാനക്കേട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യുക, സൗകര്യമുള്ളതുപോലെ മണ്ണ് എടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇൻ്റർലോക്ക് പൊക്കിയിട്ട് അവിടുന്ന് മണ്ണെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, ഇൻഷാ അല്ലാഹ്. പറ്റുന്ന പിന്നെ നജസായ മണ്ണെടുക്കാൻ ശ്രമിക്കരുത്. ഇപ്പോൾ ചില വീടിൻ്റെ പരിസരങ്ങളിൽ ഇപ്പോൾ മാലിന്യം കൂട്ടിയിട്ടെടുത്ത് മണ്ണ് വാരിക്കൊണ്ടുവരിക, അത് പാടില്ല. മറിച്ച് വൃത്തിയുള്ള, നമുക്ക് ഇത് വൃത്തിയുള്ള മണ്ണാണ് എന്ന് തോന്നുന്ന സ്ഥലത്ത് നിന്ന് ആ മൂലയിലെ ഓരോ പിടി വീതം 4 പിടി മണ്ണ് വാരിയാൽ മതി. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കേണ്ടത് ഈ മണ്ണ് തന്നെ ആവണം ആ മൂലയിലേക്ക് തിരിച്ചിടേണ്ടത്. തെക്ക് മൂലയിൽ നിന്നെടുത്ത മണ്ണ് അവിടേക്ക് തന്നെ തിരിച്ചിടുക, വടക്ക് മൂലയിൽ നിന്നെടുത്തത് അവിടേക്ക് തന്നെ തിരിച്ചിടുക. ഇങ്ങനെ കൃത്യമായി എടുത്തത് തന്നെ തിരിച്ചിടാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കുമാറാട്ടെ, വലിയ റാഹത്ത് നൽകുമാറാട്ടെ. ഒരുപാട് ആളുകൾ പല പ്രശ്നങ്ങളും പറഞ്ഞ് പരിഹാരങ്ങൾ ചോദിച്ച് വിളിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. കഴിയുന്ന ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്തുക, നമ്പർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അല്ലാഹു നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു തീർത്ത് തരട്ടെ. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.